ഇനി മറ്റൊന്ന്, നിങ്ങൾ കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് 42 ദിവസമൊക്കെയാണ് പ്രാർത്ഥിച്ച് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ അതിൻ്റെ നടുവിൽ ഉറപ്പായിട്ടും സ്ത്രീ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പീരീഡ്സ് പോലുള്ള സംഭവങ്ങൾ വരും. അപ്പോൾ ആ ഒരു സമയത്ത് കത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ് നമുക്ക് അതിനുശേഷം, അതായത് നമ്മളിപ്പോൾ ഒരു 25 ദിവസം കത്തിച്ചതിന് ശേഷമാണ് പീരീഡ്സ് വരുന്നത്. വീണ്ടും ആ ഒരു പീരീഡ്സിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 26 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇത്രയും ഒരു ലോങ് ഡേയ്സ് പറയുമ്പം സ്ത്രീകൾക്ക് ഉറപ്പായിട്ടും അത് അങ്ങനെ ഒരു ലൈനായിട്ട് നമുക്കങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഇനി ചിലർക്കുള്ള മറ്റൊരു സംശയം, ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും കഴിക്കാം. കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ മത്സ്യമാംസാദികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്നത് കുളിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റുള്ള ദിവസങ്ങളിൽ കൈകാൽ മുഖം കഴുകി നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത് പോലെ ഈ ഒരു ദിവസം നോൺ വെജ് കഴിച്ച് ശേഷം അങ്ങനെ കൊളുത്താൻ പാടില്ല. നിർബന്ധമായിട്ടും കുളിച്ചിരിക്കണം.